തീരമോ തരംഗമോ രാഗസാഗരമോ. അപ്പോൾ ഗൈസ് അങ്ങനെ രാവിലെ തന്നെ ചായ കുടിച്ചിട്ട് അങ്ങ് ഡേ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇത് ബൂസ്റ്റ് അടിച്ചാണ്, അപ്പോൾ കുറച്ച് എനർജി കൂടുമല്ലോ എപ്പടി. അപ്പോൾ ഞാൻ പിന്നെ പഠിക്കാനിരുന്നു. എനിക്ക് ചായ കുടിച്ചപ്പോൾ അതിനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമ്പ്രദായത്തിനോട് താല്പര്യക്കുറവുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മാത്രം. ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ വിശന്ന് പ്രാന്ത് പിടിച്ച് കഴിഞ്ഞ ദിവസങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി മുട്ടക്കറി ആയിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ള കോമ്പോസാണ് ചപ്പാത്തി മുട്ടക്കറി, ചപ്പാത്തി ചിക്കൻ കറിയൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചപ്പാത്തിയുടെ കൂടെ ഇഷ്ടമുള്ള കറികളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ എന്നാൽ എനിക്കൊരു സ്മിറ്റഡിൽ നിന്ന് കുറച്ച് പ്രൊഡക്റ്റ് ഞാൻ ഓർഡർ ചെയ്യുന്നത് അത് വന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ എനിക്ക് യൂട്യൂബിൽ ഇടാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ചാനലിൽ പോയി കാണണേ. അത് കൊളാബോ റിവ്യൂ പ്രൊമോഷൻ എന്നല്ല, ഞാൻ തന്നെ സ്വന്തം പൈസ വാങ്ങിച്ച പ്രൊഡക്റ്റാണ് കേസ്. നമുക്ക് കാര്യം കൊളാബ് വരാൻ. പിന്നെ വീടിൻ്റെ അടുത്തുള്ള നമുക്ക് ചക്കപ്പഴം തന്നിട്ടുണ്ടായിരുന്നു കേസ്. അത്യാവശ്യം മധുരം ഇല്ലായിരുന്നു. ഓക്കെ, അങ്ങനെ ചക്കപ്പഴമായിരുന്നു. അതുകൊണ്ട് വലിയ താല്പര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ ചോക്കോപ്പായി ഉണ്ടായിരുന്നു കേസ്. ചോക്കോപ്പായി എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊരു വികാരമാണ്. ഞാൻ എത്ര കഴിച്ചാലും മടുക്കാത്ത ഒരു സംഭവമാണ് ചോക്കോപ്പായി എന്ന് പറഞ്ഞാൽ. പിന്നെ അവിടെയാണ് ഞാൻ ഇങ്ങനെ പഠിക്കാൻ വേണ്ടി എന്തോ ആവശ്യത്തിന് ടേബിളിൽ നിന്നപ്പോൾ അവിടെ ഒരു മഞ്ഞക്കിളി ക്യൂട്ടായി ചുറ്റൂട് മഞ്ഞക്കിളിയായിരുന്നു കേസ്. അപ്പം ഞാൻ വീഡിയോ എടുത്താണ്. പിന്നെ അത് ഈ ആൽപ്സ് ഗുണേഴ്സിന് റോസ്മേരി വാട്ടറൊക്കെ ഉപയോഗിച്ച് ഞാൻ ഹെയർ ഒന്ന് ആക്കിയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നു. അപ്പോൾ ഫ്രഷ് ആയിട്ട് വന്നതിന് ശേഷം പിന്നെ ലഞ്ച് കഴിക്കാൻ ചിക്കൻ ബിരിയാണി ആയിരുന്നു ഗൈസ്. ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ എനിക്ക് മന്തിയേക്കാളും ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ചിക്കൻ ഡിഷിൽ ഏറ്റവും ഇഷ്ടമായി ചിക്കൻ ബിരിയാണിയാണ് ഗൈസ്. ചിക്കൻ ഡിഷാണ് ചിക്കൻ ബിരിയാണി. എന്തായാലും എനിക്ക് നല്ല ഇഷ്ടമാണ്. ചിക്കൻ ബിരിയാണി ഫാൻസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യിച്ചു. മന്തിനേക്കാളും എനിക്കിഷ്ടം ചിക്കൻ ബിരിയാണിയാണ്. ഓക്കെ, പിന്നെ ഞാൻ എൻ്റെ സ്കിൻ കെയറിൻ്റെ ആ ഒരു ഏരിയ പെശക്കായിട്ടിരിക്കുമായിരുന്നു ഗൈസ്. മഞ്ഞലമ്പായിരുന്നു. അതൊക്കെ ഞാൻ ഒതുക്കി വെച്ചു. പിന്നെ ഒരു നല്ല നീണ്ടൊരു ഉറക്കമൊക്കെ ആയിട്ട് തന്നെ എണീച്ച് വന്നിട്ട് ഞാൻ ഫ്രൂട്ട്സ് കഴിച്ചു. ഫ്രൂട്ട്സ് എന്ന് പറയുമ്പം ഡ്രാഗൺ ഫ്രൂട്ട്, മാങ്ങ, തക്കാളി നല്ല കേട്ടോ, ഓറഞ്ച്, അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പ്ലംസ് ഉണ്ടായിരുന്നു. പ്ലംസ് കഴിച്ചു. അതൊരു 3 കഴിച്ചു. പിന്നെ ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നതാണ്. നിങ്ങളൊക്കെ ഇവിടെ തീറ്റ മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഗൈസ് അങ്ങനെ വിചാരിക്കില്ല ഗൈസ്. അപ്പോൾ ഈ ഒരു ചീസിൻ്റെ ഫ്ലേവർ എനിക്ക് താല്പര്യം ഉണ്ടാകുന്നില്ല ചീസായതുകൊണ്ട്. വേറെ സ്ട്രോബെറി ചോക്ലേറ്റ് എനിക്കിഷ്ടം. പിന്നെ ഈ ട്രീറ്റിൻ്റെ ഒരു ക്രോഷിയൻ്റെ ഇത് എനിക്ക് മൂൺഫിൽസ് എന്ന് പറയാൻ ഇഷ്ടം. അതുണ്ടായിരുന്നു. എൻ്റെ പൊന്നു ഗൈസ്, ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത് മൂൺഫിൽസ്. ഞാൻ ഈ ട്രീറ്റിൻ്റെ വേറൊരു ടൈം പണ്ട് വാങ്ങാറുണ്ട്. അതൊന്നും കിട്ടില്ല. അപ്പോൾ ഇത് വാങ്ങിച്ചു ഗൈസ്. എനിക്കിഷ്ടമായി. അടിപൊളി ലാവ പോലെ, ചോക്കോലാവ പോലെയായിരുന്നു ഇരുന്നത്. അടിപൊളിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുള്ളൂ, നിങ്ങൾക്ക് ബർത്തായിരിക്കും. എനിക്കിഷ്ടമായിട്ടോ. പിന്നെ ഉണ്ടായിരുന്ന ഇന്ന് ഡിന്നർ ഉണ്ടായിരുന്ന പ്രോൺസ് റോസ്റ്റും പിന്നെ നമ്മളെ കൊഞ്ച് അതും പിന്നെ മറ്റേ റൈസാണ് ഉണ്ടായിരുന്നത്, സാധാ റൈസ്. എനിക്ക് പ്രോൺസിൻ്റെക്ക് വേറെ ഒന്നും വേണ്ട കേട്ടോ, അതാണ് സംഭവം. പിന്നെ അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു ചുപ്പാ ചിപ്സിൻ്റെ ബെൽറ്റ് ഇല്ലേ, ഈ ഒരു അത് കഴിച്ചു. 2-3 കഴിച്ചോളൂ. ഒരു മധുരം നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞില്ല, ഇനി ഒരു മധുരം നമ്മൾ ആ ഒരു എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടി ഒരു മധുരം അത് കഴിച്ചു. അങ്ങനെ അത് കഴിച്ചാണ് കേട്ടോ. പിന്നെ ഈ മാങ്ങ ഞാൻ 2-3 കഷ്ണം വെച്ചിട്ട് ബാക്കിയുള്ള എൻ്റെ അനിയത്തിമാരെ കഴിച്ചത് മാംഗോ ഉണ്ടായിരുന്നു കട്ട് ചെയ്ത്. ഇതൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഇത്ര നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ബൈ ഗൈസ്, ലവ് യു.